ഹായ് ഗായ്സ്, നമുക്കിന്നൊരു മട്ടൻ ബിരിയാണി ആയാലോ. ആദ്യം സവോള നന്നായിട്ട് വഴറ്റി മാറ്റുക. ശേഷം ഒരു കുക്കറിലേക്ക് തക്കാളി, പച്ചമുളക്, മട്ടൻ മസാലകളും പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു 4-5 വിസിലൊക്കെ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നല്ല മണം വരും. ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ഇപ്പം ഇത് പാകമായിട്ടുണ്ട്. ഇത് മതി നമുക്ക് ബിരിയാണിക്ക്. പിന്നെ ഒരു പാത്രത്തിലേക്ക് നെയ്യ് അങ്ങ് ഉരുകി കഴിയുമ്പോഴത്തേക്കും ഓരോ ലെയറായിട്ട് മട്ടനും നമ്മൾ വേവിച്ച് വെച്ച റൈസും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ വഴറ്റിയ സവാള, പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗാർണിഷിന് വേണ്ടി കുറച്ച് നട്ട്സ്, പിന്നെ കിസ്മിസ് അതുമെല്ലാം, അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില, പിന്നെ ക്യാപ്സിക്കംസ് ക്യൂബ്സായിട്ട് അരിഞ്ഞത് അതും അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ലെയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് അടച്ച് മൂടി വെക്കണം. എന്നിട്ടത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു നല്ലൊരു കളർ വരും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ പപ്പടവും പിന്നെ അച്ചാറ്, 2 അച്ചാറുണ്ടായിരുന്നു. കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു, ഗാർലിക് അച്ചാർ. അപ്പോൾ അത് രണ്ടും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഈ മട്ടൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചള്ളാസ് ഞാൻ ഉണ്ടാക്കി, അതും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ റെസിപ്പി ഒരിക്കലെങ്കിലും. ബൈ.